ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറരുത്, ജീവന് ആപത്താണെന്നെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പ് എത്തിയാൽ നമുക്ക് സമാധാനത്തോടെ തന്നെ ട്രെയിനിൽ കയറാനാകും. എന്നാലും വൈകി എത്തുകയും ഓടിയെത്തുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറുകയും ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. ഇവർ കാണാനാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. തെലങ്കാനയിൽ നടന്ന സംഭവമാണ്. ഓടുന്ന ട്രെയിനിലേക്ക് കയറുന്ന യാത്രക്കാരൻ മരണത്തെ മുഖാമുഖം കണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണണം. കെ.ബി. ശ്രീധരൻ നമ്മുടെ കൂടെയുണ്ട്. ശ്രീധരൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓടുന്ന ട്രെയിനിൽ ചാടി കയറരുത്, ചാടി ഇറങ്ങരുത്, മറ്റ് സാഹസികതയൊക്കെ കാണിക്കരുത്, വലിയ അപകടം തന്നെ സംഭവിക്കുമെന്ന് അറിയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് പോലും ഈ വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോടൊക്കെ നമ്മൾ എന്ത് പറയാനാണല്ലേ. ഇവിടെ തന്നെ നോക്കൂ, ഇപ്പോൾ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചാടി കയറുന്നു. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ CRPFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവൻ പോലും നഷ്ടമായേനെ. തീർച്ചയായും നമ്മൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ ഒരുപാട് തവണ നമ്മൾ വാർത്തകളായിട്ട് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ഈ നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ വാർത്തകൾ നൽകുന്നുണ്ട്. ഈ ഓടുന്ന ട്രെയിനിൽ കയറുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പോലും ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയാൽ മാത്രം ആളുകൾ ഓടിക്കയറുന്ന ഒരു പ്രവണത പലപ്പോഴായി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഹൈദരാബാദിലെ തെലങ്കാനയിലെ വിക്രമാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇയാൾ ആ ട്രെയിൻ നീങ്ങി തുടങ്ങി ഏതാണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വിടാൻ ഉള്ള ഒരു മട്ടിലേക്ക് ആയപ്പോഴാണ് ഇയാൾ ഈ ട്രെയിനിലേക്ക് ഓടിക്കയറുന്നത്. അതിനുശേഷം ഇയാൾ പെട്ടെന്ന് പ്ലാറ്റ്ഫോമിനും അതുപോലെ തന്നെ ബോഗിക്കും ഇടയിലേക്ക് വീഴുകയായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ ആ RPF ഈ ദൃശ്യങ്ങൾ കണ്ടു. അയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ പുറകിൽ ഉണ്ടായിരുന്ന ആരോ ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അയാളുടെ ജീവൻ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. ഏതായാലും അയാളെ ആ പ്ലാറ്റ്ഫോം, ആ ദൃശ്യങ്ങൾ കാണാൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വശം പൊളിച്ചതിന് ശേഷം മാത്രമാണ് അയാളെ പുറത്തെടുക്കാൻ ആയത്. എപ്പോഴും ഇങ്ങനെ ഒരു ഭാഗ്യം ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും അനുകരിക്കരുത് എന്ന് ആണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് ഈ ഒരു പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് മാത്രം നമ്മൾ പറയേണ്ടതില്ല. നമ്മുടെ നാട്ടിലും അല്പം മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും ഇയാൾക്ക് അത്യാവശ്യം പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതെ ശ്രീധരൻ, ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും കൃത്യമാണ് എത്രത്തോളം വലിയ അപകടമാണ് എന്നുള്ളത്.